എന്താ വെച്ചാൽ നെസ്റ്റഡ് യൂണിയൻ ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു യൂണിയൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു യൂണിയൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത്. അത് നെസ്റ്റഡ് യൂണിയൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ യൂണിയൻ്റെ ഉള്ളിൽ ഇപ്പം നടന്നാൽ നമുക്ക് സ്ട്രക്ചർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, എന്ത് വേരിയബിളും ആവാം. അപ്പോൾ യൂണിയൻ്റെ ഉള്ളിൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ സ്ട്രക്ചർ എന്നുള്ളത് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സെക്ഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നെസ്റ്റഡ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ടോട്ടൽ സൈസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ടോട്ടൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ്റെ സൈസ് എന്തായാലും എന്തായിരിക്കും, ഏറ്റവും വലിയ മെമ്പറിന്റെ സൈസ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ യൂണിയന്റെ ഉള്ളിലുള്ള മെമ്പറിന്റെ സൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഉള്ള പാരന്റ് യൂണിയന്റെ സൈസ് ആയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് നോക്കി നോക്കാം പ്രോഗ്രാമിന് എന്ത് ഡിഫറൻസ് ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിത് ഇവിടെ ഒരു പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഈ യൂണിയന്റെ ഇപ്പോൾ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ യൂണിയന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ക്യാരക്ടർ അറയാണ് ഏറ്റവും വലുത്. അതെന്ന് പറഞ്ഞാൽ 10 ആണ്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇതാ യൂണിയൻ വേറൊരു യൂണിയൻ ഡിഫൈൻ ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ യൂണിയൻ നെസ്റ്റഡ് യൂണിയൻ എങ്ങനെ എഴുതുക, അതായത് ഇതാണ് ചൈൽഡ് യൂണിയൻ. ഈ ചൈൽഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സി എന്നുള്ളൊരു നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് എന്ന് പറഞ്ഞാൽ യൂണിയൻ എ എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്, CHR 10 ഇൻറ്റ് എ ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ സൈസ് ഏതാ, ക്യാരക്ടർ ആണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ബൈറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ, ക്യാരക്ടറിന്റെ അറ. അപ്പൊ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിന്റെ അറ 10 ബൈറ്റ് ആണ്. പക്ഷെ ഇതിന്റെ സൈസ് എത്ര ആയിരിക്കും, 10 ബൈറ്റ് എന്നാണോ പ്രിന്റ് ചെയ്യുക, അല്ല 12 ബൈറ്റ് എന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. കാരണം എന്താണ്, കണ്ട 12 ബൈറ്റ് എന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റീജർ അല്ലെങ്കിൽ സ്ട്രക്ചർ പാഡിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ് ആണ് നമ്മൾ ഫെച്ച് ചെയ്യണത്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ 10 എന്നുള്ളത് എന്താണ്, 10 എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് 12 ആണ് വരുന്നത്. അപ്പൊ 12 ബൈറ്റ് ആണ് ഇത് ഫെച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ 16 എഴുതിയ എന്തായിരിക്കും, 16 എഴുതിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും 16 തന്നെയാണ് സൈസ് വരിക. അപ്പൊ അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ സൈസ് എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ ആയതുകൊണ്ട് അതിന്റെ സൈസ് ആണ് നമുക്ക് ഈ യൂണിയന്റെ സൈസ് എന്നുള്ളത് മനസ്സിലായി. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വാല്യൂസ് അസൈൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, യൂണിയനിലേക്ക് ഓരോ വാല്യൂസ് അസൈൻ ചെയ്യണമെങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. യൂണിയൻ എ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എ യു എന്നുള്ളത് യു എന്നുള്ള ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ യു ഡോട്ട് സി ആണോ, സി ഡോട്ട് എ ഇക്കറ്റ് 10 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രിന്റ് എഫ് കൊടുക്കുന്നു. പ്രിന്റ് എഫ് യു ഡോട്ട് എ എന്നുള്ളത് ഞാൻ പ്രിന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്താ ഉണ്ടാവണമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഓക്കെ, സെമിക്കോൺ കൊടുത്തിട്ടില്ല. കണ്ട, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ആണ് പ്രിന്റ് ചെയ്തത്, സൈസ്. പിന്നത്തെ രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 10 എന്നാണ് പ്രിന്റ് ചെയ്തത്. കാരണം എന്താണ്, ഈ യു ഡോട്ട് സി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്, യു ഡോട്ട് സി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ എലമെന്റ് ആണ്. അപ്പൊ സ്ട്രക്ചറിനുള്ളിൽ നിന്നുള്ള സ്ട്രക്ചറിലെ യൂണിയന്റെ ഉള്ളിലുള്ള അതായത് ചൈൽഡ് യൂണിയന്റെ ഒരു മെമ്പർ ആണ് എന്ത്, എ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഡബിൾ എ എന്ന് പറയുന്നതാ, അതെന്ന് പറഞ്ഞാൽ പേരന്റിലുള്ളതാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിയന്റെ പൊതു സ്വഭാവം, നമ്മൾ എന്ന് പറഞ്ഞാൽ കോമൺ മെമ്മറി ആണ് ഇത് ഷെയർ ചെയ്യണത്. അതായത് എന്ന് പറഞ്ഞാൽ ഈ 4 ബൈറ്റ് ഉണ്ടാവുമല്ലോ, ആ 4 ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള അവസാനത്തെ 4 ബൈറ്റും ഇതിലുള്ള 4 ബൈറ്റും സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാരക്ടറിനെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, %d/n. ഓക്കെ, ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡോട്ട് അല്ല CH ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ലാസ്റ്റത്തെ K16 16. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0th കണ്ട. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് LSD അത് നമുക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത സെക്ഷനിൽ പഠിക്കാം. ഓക്കെ, ലിറ്റിൽ എൻഡിയൻ ബിഗ് എൻഡിയൻ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറയണത്, കണ്ട ഈ 0ത്തിലും ഈ 3 സ്റ്റോർ ചെയ്തതിൽ എന്താണ് സെയിം വാല്യൂ ആണ്, 10 ആണ്.
അപ്പൊ അതാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ യൂണിയന്റെ നെസ്റ്റഡ് യൂണിയൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റർ വെച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ജസ്റ്റ് അസൈൻ ചെയ്താൽ മതി. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്താ യൂണിയൻ എ എം സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു എം പെർസെന്റ് യു. ഓക്കെ, ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുകയാണ് പി ടി ആർ. ഓക്കെ, പി ടി ആർ പി ടി ആർ പി ടി ആർ എന്ന് പറഞ്ഞ യുയിലേക്കല്ല പോയിന്റ് ചെയ്തുള്ള പി ടി ആർ സി ഡോട്ട് എ ഈക്വൽ ടു 11 കണ്ട 11 പ്രിന്റ് ചെയ്ത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ പോയിന്ററും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിയനിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പേരന്റിന്റെ എഴുതുക, പിന്നെ ചൈൽഡ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പോയിന്റർ എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഫസ്റ്റ് പാരന്റിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ പാരന്റിന്റെ പിന്നെ ചൈൽഡ്, അതുകൊണ്ടാണ് ഇവിടെ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറുള്ള അതേ ഓപ്പറേറ്റേഴ്സ് ആണ് യൂണിയനിൽ യൂസ് ചെയ്യുന്നത്. ബട്ട് ആകെ ഡിഫറൻസ് എന്താണ്, സൈസിന്റെ മാറ്റർ ആണ് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അനോണിമസ് സ്ട്രക്ചർ യൂണിയനെ നമുക്ക് നോക്കാം. ബൈ.